ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോകുന്ന വ്ളോഗ് കാണാം. നമ്മളെ വീട്ടിൽ നിന്ന് കല്യാണത്തിലോട്ട് കുറേ പോകണ്ട, അപ്പം നമ്മൾ രാത്രി തൊട്ടുള്ള കല്യാണത്തിന് വൈകുന്നേരം തന്നെ ഇറങ്ങിക്കണം. കുറേ ദൂരമുള്ളതുകൊണ്ട് നമ്മളിന്ന് ബസ്സിലാണ് പോകുന്നത്. ഗൈസ് 2-3 ബസ് കയറാനുണ്ടായിരുന്നു അവിടേക്ക്. പിന്നെ ഗൈസ് ബസ് കയറി എനിക്ക് സൈഡ് സീറ്റ് വേണം, പക്ഷേ ഇപ്രാവശ്യം എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല. പിന്നെ നമ്മൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടുന്നും വീണ്ടും ഒരു ബസ് കയറി, പിന്നെ അവിടുന്നും സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് വീണ്ടും ഒരു ബസ് കയറി. ആ ബസ്സിനാണെങ്കിൽ സീറ്റ് തന്നെ കിട്ടിയില്ല. ബസ്സിന് 2 കണ്ണ്, നമ്മളെ പേടില്ല. അതിന് നീ ഏതാ? പിന്നെ ഗൈസ് എനിക്ക് അവിടെ ഉണ്ടായിട്ടൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളെ കയ്യിലുള്ള ലിപ്സ്റ്റിക് തീർന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയിട്ടൊരു ഷോപ്പിൽ നിന്ന് ലിപ്സ്റ്റിക് വാങ്ങാമെന്ന്. ബസ്സൊക്കെ വരാനായിരുന്നു, എന്നാലും നമ്മൾ വിചാരിച്ച് വേഗം തന്നെ പോയിട്ടൊന്ന് ലിപ്സ്റ്റിക് വാങ്ങിയിട്ട് വരാമെന്ന്. അവിടെ ഓരോരോ ലിപ്സ്റ്റിക് ട്രയലിന് ഇങ്ങനെ വെക്കല്ലോ. അപ്പോൾ ഞങ്ങൾ 3 ആളോ ആ ലിപ്സ്റ്റിക് ഇട്ട് നോക്കി. പക്ഷേ അവിടുത്തെ ഷോപ്പിലത്തെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് നമ്മൾ അവിടുന്ന് ലിപ്സ്റ്റിക് വാങ്ങി. പിന്നെ നമ്മൾ കല്യാണ വീട്ടിലെത്തി. ഒരു വീട്ടിലാണ് കല്യാണം എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ച ചെറിയൊരു കല്യാണമായിരുന്നു, പക്ഷെ അടിപൊളി കല്യാണമായിരുന്നു. വീടിൻ്റെ ഉള്ളൊക്കെ കാണാൻ നല്ല റിസോർട്ട് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ മിറർ ഉണ്ട്, പിന്നെ നമ്മൾ ഒരിക്കലും സെൽഫി എടുക്കാണ്ട് വിടൂല. അപ്പോൾ നമ്മൾ കുറേ സെൽഫിയൊക്കെ അവിടെ നിന്ന് എടുത്തു. ഞാൻ ആ വീടിൻ്റെ ഉള്ള അത്ര വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ മെയിൻ സ്ഥലത്തോട്ട് പോയി. ഫുഡ് ഗൈസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളി ഫുഡായിരുന്നു. ഞാൻ ഈ വീഡിയോ കാണുമ്പോഴാണ് ഇത്രയും ഫുഡ് അവിടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നത്. ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ, അത് കണ്ടപ്പോഴേ തോന്നി. പിന്നെ ഗൈസ് അവിടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഒക്കെ എൻട്രി ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കുറച്ച് പോപ്കോണൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു കഴിച്ചു. നല്ല അടിപൊളി പോപ്കോൺ ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് ലൈവായിട്ട് തന്നെ പോപ്കോൺ ഉണ്ടാക്കി തരും. പിന്നെ ഞാൻ മാങ്ങ ഉപ്പിലിട്ട് കഴിച്ചു. പിന്നെ ബദാം മിൽക്ക് കുടിച്ചു. പിന്നെ ഗൈസ് അവിടുത്തെ ഡെക്കറേഷനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു കോട്ടൻ ക്യാൻഡി വാങ്ങി കഴിച്ചു. കോട്ടൻ ക്യാൻഡി വാങ്ങിയത് ഞാനാണെങ്കിൽ എൻ്റെ അനിയത്തി അതെടുത്തു. പിന്നെ ഉപ്പിലിട്ട് നെരിക്കും കഴിച്ചു. അപ്പോൾ ഓക്കെ.